Hello, my dear students. I am Srividya, a teaching faculty, Brilliant Study Center, Pala. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പല തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട്, എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? IIT, JEE, നീറ്റ്, ഐസർ, ഐക്കർ, നെസ്റ്റ്, CUET ഇങ്ങനെ എന്തോരം എക്സാംസാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ നമ്മളെല്ലാവരും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഗുഡ് ഫുഡ് അല്ലേ, നല്ല ഡയറ്റ് നോക്കി നമ്മൾ അങ്ങനെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി സെറ്റായിട്ടിരിക്കാനായിട്ട്, നല്ലൊരു രീതിക്കിരിക്കാനായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലുപരി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ CPU. അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ CPU എന്ന് പറയുന്നത് എന്താണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. അതിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ബിക്കോസ് അത് നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ, മൈൻഡ് നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ, CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പം അതിനെ നമുക്ക് നല്ല ഒരു ഹെൽത്തി സിറ്റുവേഷനിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരാണ് ഈ നമ്മുടെ CPU എന്ന് പറയുന്നത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിൻ. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കൂടുതൽ ശ്രദ്ധ ബ്രെയിനിന് കൊടുക്കണം എന്ന് പറയുന്നത്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രെയിൻ കൺട്രോൾസ് എവ്രിത്തിങ്. അപ്പോൾ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ മെൻ്റലി, സൈക്കോളജിക്കലി നമ്മുടെ തോട്ട്സ് വരെ, നമ്മുടെ ബിഹേവിയർ വരെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ് ആണല്ലോ. ഇപ്പോൾ IITians ആണെങ്കിലും JEE എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇത്രയെങ്കിലുമൊക്കെ അറിയായിരിക്കും അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ? സെൽ, ദ ലിവിങ് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിനകത്തും നമ്മുടെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നടക്കുകയാണ്. ആരാണിതെല്ലാം കൃത്യമായിട്ട് നടത്തുന്നത്? നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഹെൽത്തും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനിന് ആവശ്യമുള്ള കുറച്ച് എക്സസൈസുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രെയിനിൻ്റെ എക്സസൈസ് ഫോർ യുവർ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഈ എക്സസൈസ് ഫോർ അവർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഗെയിംസ് എന്ന് പറയും. ബ്രെയിൻ ഗെയിംസ്, ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രെയിൻ ഗെയിംസ് ഉണ്ട് കേട്ടോ. ഒത്തിരി സിമ്പിളായിട്ടുള്ളതും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ ഗെയിംസ് ഉണ്ട്. ഇതൊന്നും ഞാനല്ല ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. ഇതൊക്കെ വളരെയധികം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെയും കൂടെയുള്ള ഹെൽപ്പ് മേടിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഗെയിംസാണ്, എക്സസൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ബ്രെയിൻ എക്സസൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ബ്രെയിൻ ഗെയിംസ് ചെയ്താൽ നമുക്ക് എന്താ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫോക്കസ്, വി ക്യാൻ കോൺസെൻട്രേറ്റ് ആൻഡ് വി ക്യാൻ മെമ്മറൈസ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ IIT, JEE ഓർ നീറ്റ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, NCERT ടെക്സ്റ്റ് പഠിക്കുകയാണ്, വായിക്കുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു കഴിവ്, വേറെ ഒന്നിലേക്കും പോവാതെ ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ കൺസെപ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഡിസ്ട്രാക്ഷൻസ് അതിന് സമ്മതിക്കുകയല്ല. അതായത് നമ്മുടെ ചുറ്റുപാടും പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്ട്രാക്ഷൻസ് എന്നാണ്. അത് ഡിസ്ട്രാക്ഷൻസ് കുറച്ചാൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂ, അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ പ്രധാനമാണ്.
നമ്മൾ എന്ത് കൺസെപ്റ്റാണോ പഠിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അത് മെമ്മറൈസ് ചെയ്ത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെയിൻ ഗെയിംസ് ഓർ എക്സസൈസിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനെ ഈ തരത്തിൽ നമ്മൾ ആക്കി മാറ്റുകയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഈ തരത്തിലുള്ള ബ്രെയിനിനെയാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിനെയാണ്. ഇപ്പോൾ ഓക്കെ, ചില ആൾക്കാരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും. ബിക്കോസ് ഏർലി ലൈഫ് പീരീഡ്സിൽ തന്നെ അവർ പല രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ തന്നെ കൊണ്ടുവന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ മെജോറിറ്റിയും ഒരു ആവറേജ് ലെവൽ കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന എല്ലാ കഴിവുകളും ഒരുമിച്ച് വരണമെന്നില്ല. ബട്ട് വി ഹാവ് ടു ട്രെയിൻ ദ ബ്രെയിൻ. അതിനാണ് നമ്മൾ ബ്രെയിൻ ഗെയിംസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ വി ഹാവ് ടു ഫസ്റ്റ് അനലൈസ് ഇൻ വാട്ട് സ്റ്റേജ് യുവർ ബ്രെയിൻ ഈസ് സ്റ്റാൻഡിങ്. അപ്പോൾ ഈ പറയുന്ന ഈ കപ്പാസിറ്റീസ് ഒക്കെ ഉള്ള ഓൾറെഡി ഉള്ള ഒരു ആളാണോ നിങ്ങളുടെ ബ്രെയിന്? അങ്ങനെയാണെങ്കിൽ വലുതായിട്ട് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പഠിക്കാൻ എടുക്കുന്നു, നമ്മൾ NCERT എടുക്കുന്നു, എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു, പക്ഷെ പിന്നെ നമുക്കത് എക്സാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ബ്രെയിൻ എക്സസൈസുകളുടെ ആവശ്യം വരുന്നത്, അല്ലേ? നോക്കിയേ, ബ്രെയിൻ എക്സസൈസസ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബ്രെയിൻ ഗെയിംസ് പല തരത്തിലുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ വളരെ സയൻറ്റിഫിക് അപ്രോച്ചോടുകൂടെ ബ്രെയിൻ ഗെയിംസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പഠിക്കുമ്പോൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 എക്സസൈസ് പറഞ്ഞുതരാം. മനസ്സിലായോ? ആർക്ക് വേണോ ഇത് ഫോളോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലോ അങ്ങനെ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള 3 എക്സസൈസ്. ഓക്കെ, സോ എക്സസൈസ് നമ്പർ 1 അല്ലെങ്കിൽ ബ്രെയിൻ ഗെയിം നമ്പർ 1 ഷൾസ് ടേബിൾ എന്ന് പറയും. ഷൾസ് ടേബിൾ, ഇത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ കിട്ടും. ഇറ്റ്സ് വെരി ഈസിലി അവൈലബിൾ കേട്ടോ. നമുക്കായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാം, നമുക്കിരുന്ന് നോക്കിയൊക്കെ വരയ്ക്കാം. പക്ഷേ അവരവരുടെ ബ്രെയിനിന് ഷൾസ് ടേബിൾ യൂസ് ചെയ്യണമെങ്കിൽ അവരവർ തന്നെ ആ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ പറ്റില്ല, അല്ലെ വേറെ ആരെങ്കിലും കൊണ്ട് അത് വരപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷൾസ് ടേബിൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഷൾസ് ടേബിൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് ഷൾസ് ടേബിൾ എന്താണെന്ന് നോക്കാവേ. നോക്കിയേ, ഇൻക്രീസസ് റിസപ്ഷൻ, ഇംപ്രൂവ്സ് പ്രോസസ്സിംഗ് സ്പീഡ്, ഇംപ്രൂവ്സ് പെരിഫറൽ വിഷൻ. നോക്കിയേ, ഇൻക്രീസസ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറെ പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങളെ ബ്രെയിനിന് അതിൻ്റേതായ രീതിയിൽ റിസീവ് ചെയ്യാൻ പറ്റുക, ഓക്കെ, പെർസീവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്നിട്ട് അതിനെ മൈൻഡിലിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. നല്ലോണം പ്രോസസ്സ് ചെയ്ത് അതെന്താ നമ്മൾ വായിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യം എന്താ, എക്സാമിനത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോസസ്സിങ്. ഓക്കെ, ഇംപ്രൂവ്സ് പെരിഫറൽ വിഷൻ. ഇവിടെ പെരിഫറൽ വിഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെന്നുള്ളതല്ല ഇവിടുത്തെ പെരിഫറൽ വിഷൻ. ഇവിടെ നമ്മൾ പെരിഫറൽ വിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റുമായിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ വരാവുന്ന മറ്റ് കൺസെപ്റ്റുകൾ, നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പുറത്തു നിന്നുള്ള കൺസെപ്റ്റുകൾ, അതായത് ആ ടെക്സ്റ്റിനകത്തു നിന്ന് തന്നെയുള്ള കൺസെപ്റ്റുകൾ. 2 കൺസെപ്റ്റുകളെ എങ്ങനെ കണക്ട് ചെയ്യാം? കാര്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നീറ്റ് എക്സാമിനും ഒക്കെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെയിനിങ് അതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ പെരിഫറൽ വിഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഈ ഷൾസ് ടേബിൾ. വെരി സിമ്പിൾ വൺ. ദിസ് ഇസ് എ ഷൾസ് ടേബിൾ. ഓക്കെ, ഇതിപ്പോൾ 5x5 മാട്രിക്സ് ആണ്. 25 നമ്പേഴ്സ് ഉണ്ട്, ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഇതിൽ ഓരോ നമ്പേഴ്സ് അതിൻ്റെ ഓർഡറിൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ അതായത് നോക്കിയൊരു 30 സെക്കൻഡ്സോ മറ്റോ നിങ്ങൾ ടൈമർ ഇടുക.
ഏറ്റവും നല്ലത് 30 seconds ആണ്. 30 seconds കൊണ്ട് 25 നമ്പേഴ്സ് ഈ ഷൾട്ട്സ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന നമ്പർ 1, അപ്പം ഞാൻ കണ്ടുപിടിച്ചു 1, പിന്നെ തപ്പുക ദേ 2, then 3, ഓക്കെ, then 4 തപ്പിക്ക് ഇതായിരിക്കുന്നു 4, then what's it 5, okay, then 6, 7, then where is 8 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, there the 8. ഇങ്ങനെ 30 seconds പ്രൊവൈഡ് ചെയ്തിട്ട് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് 25 നമ്പേഴ്സും നമുക്ക് കിട്ടും. ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ ബ്രെയിൻ ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ്. പെട്ടെന്ന് നോക്കുന്നുണ്ട്. ഒബ്സർവേഷൻ പവർ കൂടുതലാണ്, ബ്രെയിനിൻ്റെ റിസീവിങ് പവർ കൂടുതലാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു പക്ഷേ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറവാണെന്നൊന്നും വിചാരിക്കരുത്. വി ഹാവ് ടു ട്രെയിൻ ദ ബ്രെയിൻ. റിപ്പീറ്റഡായിട്ട് ചെയ്യുക, പല ഷൾട്ട്സ് ടേബിൾ എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ പഠിച്ചിട്ട് അയ്യോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന സമയം മതി നമുക്ക് ഇങ്ങനെ ഒരു ഷൾട്ട്സ് ടേബിൾ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട്. ഓക്കെ, പല കുട്ടികളും ടീച്ചറെ ഇങ്ങനെ പഠിപ്പിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പരാതിയായിട്ട് വരുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മറ്റൊരു കൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പരാതികളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സസൈസ് നമ്പർ 2. ഓക്കെ, ഹാൻഡ് ജസ്റ്റേഴ്സ്. ഒന്നും വേണ്ട, ഗൂഗിളും സെർച്ച് ചെയ്യണ്ട, എന്തെങ്കിലും വരയ്ക്കുകയും വേണ്ട, ആരുടെയെങ്കിലും ഹെൽപ്പും വേണ്ട. ഇത് നമുക്ക് തനിയെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ജസ്റ്റേഴ്സ്. പല രീതിയിലല്ലേ, പല സിമ്പലുകൾ അല്ലെങ്കിൽ പല ജസ്റ്റേഴ്സ് നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 2 ജസ്റ്റേഴ്സ് ഞാൻ പറയാം. ഓക്കെ, ഒന്ന് വിക്ടറി, പിന്നെ ഒന്ന് ഓക്കെ അല്ലെങ്കിൽ നൈസ്, വെരി ഗുഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം നമ്മൾ ഇതാ ഇങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ വിക്ടറി ജസ്റ്റർ എടുക്കുക, റൈറ്റ് ഹാൻഡിൽ ഓക്കെ ജസ്റ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് സ്ലോ ആയിട്ടേ ഇത് പറ്റുള്ളൂ, സ്ലോ ആയിട്ടേ പറ്റുള്ളൂ. പക്ഷെ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നമുക്ക് സ്പീഡിൽ 2 ഡിഫറെൻറ്റ് ജസ്റ്റേഴ്സ് ഹാൻഡ്സിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വേറെ ഒന്ന്, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യിക്കുന്ന എന്താണെന്ന് പറയുക, ബ്രെയിനെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഈ കൈകളുടെ ജസ്റ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിൽ മാത്രമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ആ ബ്രെയിനിനെ കൊണ്ട് ആ എക്സസൈസ് ചെയ്യിച്ച ആ ഒരു പവർ നമ്മൾ കിട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഹാൻഡ് ജസ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിനുള്ള ഒരു ഉപയോഗം എന്താണെന്നറിയോ? ആക്ടിവേറ്റ്സ് ബ്രെയിൻ. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ഓക്കെ, നമ്മുടെ ബ്രെയിനിന് മെഡിറ്റേഷൻ നല്ലൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ബ്രെയിന് ശരിക്കും എപ്പോഴും ആക്ടിവേറ്റഡ് ആയിരിക്കണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനെ സപ്രസ് ചെയ്ത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻസ്ഡാണ്, ഭയങ്കരമായിട്ട് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കുമ്പോൾ കൂടുതൽ ആക്ടിവേറ്റ് ആണ് ചെയ്യിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ബോഡിയും അന്നേരം ആക്ടിവേറ്റഡ് ആയിരിക്കണം, എന്നാലേ ബ്രെയിനും അതിനനുസരിച്ച് ആക്ടിവേറ്റഡ് ആയിരിക്കുകയുള്ളൂ. സോ ഇറ്റ് ആക്ടിവേറ്റ്സ് ബ്രെയിൻ, ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ. എന്നാലേ ഫിസിക്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല ഇവിടെ ഇടുന്നു, ഈ ഒരു ഫോർമുല അവിടെ ഇടുന്നു, എല്ലാം കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കുന്നു. ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കുക, ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്ത് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് മെമ്മറി. ആ മെമ്മറി ഇതൊന്നും നമ്മൾ എന്താ പറയുക, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ഓക്കെ എന്ന് നമുക്ക് മനസ്സിലാകുകയല്ല. ബട്ട് അത് ആക്ച്വലി നിങ്ങളുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണിക്കുന്ന ഹാൻഡ് ജസ്റ്റേഴ്സും എല്ലാം ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറൈസിങ് പവറിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നമ്മൾ എക്സസൈസ് 3ലേക്കാണ് പോകുന്നത്. എന്താണ് എന്ന് നമുക്ക് നോക്കാം.
ദാറ്റ് ഈസ് കളർഫുൾ. കളർഫുൾ അല്ല, കളർഫുൾ. അതെന്താണ്? നമ്മൾ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്ന നേരം ബ്രെയിനിനെ ഫൂളാക്കാനാണോ ശ്രമിക്കുന്നത്? അതെ, ഫൂളാക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷെ അതിൽ നമ്മൾ നിന്ന് കൊടുക്കുകയല്ല, നമ്മളത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. നോക്കിയേ, കളർഫുൾ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമുക്ക് തനിയെ തന്നെ പേപ്പറിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ്, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്കിതുപോലത്തെ ചാർട്ടുകൾ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, കുറേ കളേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ വേറെ ഇങ്ക് വെച്ചാണ്, വേറെ കളർ ഇങ്ക് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. യെല്ലോ എഴുതിയിരിക്കുന്നത് ഗ്രീൻ ഇങ്ക് വെച്ചാണ്, ബ്ലൂ എഴുതിയിരിക്കുന്നത് റെഡ് ഇങ്ക് വെച്ചാണ്, ഓറഞ്ച് എഴുതിയിരിക്കുന്നത് ബ്ലൂ ഇങ്ക് വെച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്നറിയോ, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, ബ്ലാക്ക് എന്നല്ല വായിക്കേണ്ടത്. ഇങ്ങനെ ഒരു ചാർട്ട് കണ്ടാൽ നമ്മൾ ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ഓക്കെ അത് ഗ്രീൻ തന്നെയാണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇങ്ങനെ വേണം വായിക്കാൻ. അപ്പോൾ നോക്കിയേ, ഇത് ഇങ്ങനെ എഴുതിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫൂൾഡ് ആവാനുള്ളൊരു ടെൻഡൻസി വരും. നമ്മൾ ശരിക്കും ഇവിടെ റെഡ് എന്ന് വായിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുക, ഓവർകം ചെയ്യണം. കളേഴ്സിൻ്റെ പേര് വെച്ച് നമ്മളെ ഫൂളാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഫൂളാക്കാൻ നോക്കുന്നതിനെ നമ്മൾ ഓവർകം ചെയ്യണം. അതായത് നമുക്ക് ചുറ്റും വരുന്ന പല ഡിസ്ട്രാക്ഷൻസും, നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ തോന്നും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിങ്ങനല്ലേ അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നും. പക്ഷെ അത് ആ തരത്തിൽ ഫൂൾഡ് ആവാതെ ബ്രെയിനിനെ കൃത്യമായി ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ചെറിയ എക്സസൈസിന് സാധിക്കും. അത് നമുക്ക് വലിയ സമയമൊന്നും വേണ്ട. ഇതിന് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മളിതിന് മാറ്റിവെച്ചാൽ മതി. അതായത് നമ്മുടെ ബ്രെയിൻ ട്രെയിൻഡ് അല്ല, എക്സസൈസ്ഡ് അല്ല എന്ന് തോന്നുന്ന കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. ഓൾറെഡി എക്സസൈസ്ഡ് ആണ്, ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ് എന്നുള്ള കുട്ടികളുടെ ബ്രെയിനെ കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആക്കാൻ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ എക്സസൈസ് 3 കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ ഒരിക്കലും ഒരു രീതിയിലും ഫൂളാക്കാൻ പറ്റില്ല. നമ്മളത് ഓവർകം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ചെയ്താൽ നമുക്കത് വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മോശമായാൽ മെൻ്റൽ ഹെൽത്ത് മോശമാവും. അതുപോലെയാണ് തിരിച്ച്. ഈ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ ഭയങ്കര ഇൻ്റർ റിലേറ്റഡ് ആണ്, കണക്ഷനുണ്ട്. അപ്പോൾ രണ്ടും വളരെയധികം ഗുഡ് പൊസിഷനിൽ നിൽക്കണം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ, നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ വീട്ടിൻ്റെ ഒരു കൺട്രോൾ കണ്ടീഷനിൽ നിൽക്കുന്നു, നോക്കാൻ ആളുണ്ട്, അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് കുഴപ്പമില്ല, നന്നായിട്ട് പോവുകയാണ്. പക്ഷെ മെൻ്റൽ ഹെൽത്ത് അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല അങ്ങനെ പറയുന്നതിന് പകരം ചെറിയ ചെറിയ ഇതുപോലുള്ള ടിപ്സ് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക, ഉപയോഗിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ബ്രെയിൻ ടിപ്സുമായിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ടിൽ ദാൻ, ഗുഡ് ബൈ.